വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വിശ്വാസത്തോടെ എന്ത് ചിന്തിച്ചാലും എന്തു പറഞ്ഞാലും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. എബ്രായർ 11 പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന് പറയുന്നത്. Faith is the substance of things hoped for and the evidence of things, hallelujah, not unseen. അപ്പം അവിടെ തെളിവാണ്. അപ്പം നമ്മൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ അത് അവൈലബിൾ അല്ലെങ്കിൽ അവർ പറയില്ലെന്ന് പറയും. ഉണ്ടെങ്കിൽ ആ ഓർഡർ എടുക്കുമ്പോൾ അവർ ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം സാധനമുണ്ടോ. നമ്മളതിൻ്റെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ നാം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അകത്ത് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഫെയ്ത്ത്. അതായത് നമുക്കുറപ്പില്ലെങ്കിൽ ആ മാനേജർക്ക് അല്ലെങ്കിൽ ആ ഓർഡർ എടുത്ത ആൾക്കറിയാം അതിന് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഉറപ്പാണ്, അകത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അകത്ത് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ വിശ്വാസത്തിൽ അങ്ങനെയല്ല. ആ മാനേജരെ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് അവർക്ക് വ്യക്തതയുള്ളപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകണം അത് നടന്നുകൊണ്ടിരിക്കുക. അതാ തെളിവ്. നക്ഷത്രങ്ങളെ നോക്ക്, പൂഴിയെ എണ്ണാൻ കഴിയുമോ അതുപോലെ എന്ന് പറയുമ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച നീതിയായി കണക്കിട്ടെന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ അകത്ത് അതുപോലൊരു വിശ്വാസമാണ്. അതുപോലെ ദൈവം ചെയ്യാൻ പോകും. അത് തെളിവ്. ആ തെളിവെന്തോ നഗ്നനേത്രങ്ങൾ കൊണ്ടല്ല, ഹൃദയ കണ്ണുകൊണ്ട്. അതാണ് എഫീസ് സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. അത് നമുക്ക് ഉറപ്പാണ്. ഞങ്ങൾ വി ആർ വാക്കിംഗ് നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത് എന്ന് പറയണമെങ്കിൽ, കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസമാണെന്ന് ഒരാൾ പറയണമെങ്കിൽ വ്യക്തമായി ഹൃദയത്തിനകത്ത് ആ വ്യക്തി ആ കാഴ്ച കാണുക. വളരെ വ്യക്തമായിട്ട് നേരിട്ട് നമ്മുടെ മുൻപിൽ കാണുന്ന പോലെ നാം കാണുക. അതാണ് ശരിക്കുമുള്ള തെളിവ്. അങ്ങനെ ഒരാൾ മൂവ് ചെയ്താൽ അതിനെയാണ് വേദപുസ്തകം വിളിക്കുന്ന ഫെയ്ത്ത്. യേശു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും അത് ഉറപ്പ്, സംശയമല്ല. പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നതല്ല, അത് റെഡിയാണ്. നമ്മുടെ വാഗുകൊണ്ട് തന്നെ നമ്മൾ കൺഫേം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ അകത്ത് ഒരു ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കല്ല. ജീവിതത്തിൽ പുതിയ സ്റ്റെപ്പുകൾ എടുത്തു ദൈവാത്ഭുതം ചെയ്യും.